ഇന്ന് കേരളം ഒരു പുതിയ ഗവൺമെൻറ് വരുന്നതിനെപ്പറ്റി വളരെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവും, നമ്മുടെ ബയസ് ഉണ്ടാകും, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും നമ്മൾ ഭാരതത്തിനെ പറ്റി പറയുമ്പം ആരെങ്കിലും എഗൻസ്റ്റ് പറയുകയാണ്, അല്ലെങ്കിൽ അത് എന്ത് ഗവൺമെൻറ് പോളിസിയും എഗൻസ്റ്റ് പറയുന്നത്, എസ്പെഷ്യലി നാഷണൽ സെക്യൂരിറ്റി ആണെങ്കിലും അതിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സാധനങ്ങളാണെങ്കിലും അതിനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇത് രാഷ്ട്രം, നേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു കാര്യം പറയും. അതുപോലെ നമ്മൾ ഒരു സ്റ്റേറ്റിലോട്ട് പോയി നമ്മുടെ കേരളം എന്ന് പറയുമ്പം കേരളം ഫസ്റ്റ് എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു കഴിഞ്ഞ എത്രയോ നാളായിട്ട് ഇടതും വലതും മാറി മാറി ഭരിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒരു വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതെന്നെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പറയാനൊന്നുമില്ല. കഴിഞ്ഞ 10 വർഷത്തെ വിജയൻ്റെ ഭരണം പരാജയമായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നു. അത് എക്രോസ് ബോർഡ്. അതിന് ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ അതിന് ഒരു അന്ധഭക്ത് നിലയിൽ കാണുന്നവർക്കല്ലാതെ ഒരിക്കലും ഒരു പിണറായി ഭരണം ഒരു രീതിയിലും ഒരു കോൺട്രിബ്യൂട്ട് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. എന്നറിയാം, നമ്മുടെ IAS ഓഫീസേഴ്സും സിവിൽ സർവൻസും എല്ലാവരും വളരെ ശക്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പതിറ്റാണ്ടാണ് നമ്മുടെ മുന്നിൽ കടന്നുപോയിരിക്കുന്നത്. ലെറ്റ് us say enough is enough, മതി. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അറ്റ്ലീസ്റ്റ് വി ഷുഡ് ഓൾ ഒരുമിച്ച് നിന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സേവ് ചെയ്യേണ്ട കാലഘട്ടം വന്നു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന കാലഘട്ടം എന്തുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകും എന്നുള്ളൊരു കാര്യവും കൂടെ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. ആദ്യത്തേത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 90-95% കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ്. അപ്പം ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനൊന്നുമില്ല, വ്യവസായം ഇല്ല. ലക്ഷക്കണക്കിന് ബിസിനസ്സുകൾ ഇവിടെ തുടങ്ങി എന്ന് ചെസ്തമ്പ് ചെയ്തതല്ലാതെ ഒരു ബിസിനസ് ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നില്ല. പ്രൊഡക്ഷൻ ഇല്ല, ടാക്സ് പിരിവ് കിട്ടുന്നില്ല, GST വിഹിതം നമുക്ക് കുറവാണ്, സർവീസസ് ആണ് കൂടുതൽ. അതുപോലെ ടൂറിസത്തിൻ്റെ ഒരു മേഖല നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നു. ആ ഗോഡ്സ് ഓൺ കൺട്രിയിലാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം പോലും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കോസ്റ്റ് വളരെ ഹൈ ആണ്. കേരള ഹാസ് ബിക്കം ഒരു കോസ്റ്റ്ലി ഡെസ്റ്റിനേഷൻ എന്ന് പലരും പറയുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചസ് അവിടെ ഉണ്ട്. 2, നമ്മുടെ ഒരു ഏജിങ് പോപ്പുലേഷൻ. നമ്മുടെ യുവത്വം മുഴുവൻ പഠനത്തിനും അവരുടെ കരിയറിനും വേണ്ടി വെളിയിലേക്ക് പോകുമ്പോൾ, മറ്റ് സംസ്ഥാനങ്ങളിലാകട്ടെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാകട്ടെ പോകുമ്പോൾ ഇവിടെ അവരെ റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ നമ്മൾ ആളുകളെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവരുടെ ഒരു മൈഗ്രൻ്റ് ലേബറാണ് ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത്. അവരുടെ ഒരു സഹായത്തോടു കൂടിയാണ്, എസ്പെഷ്യലി ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും, അതായത് ഈ ടൂറിസം മേഖലയിലാണെങ്കിലും. 2, കൺസ്ട്രക്ഷൻ. കാരണം കൺസ്ട്രക്ഷൻ വളരെ ഹെവി എംപ്ലോയ്മെൻറ്റ് ജനറേഷനിൽ മാത്രമല്ല ഒരു എക്കണോമിക് ആക്ടിവിറ്റിക്ക് വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്. കൺസ്ട്രക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ലേബർ വന്നിരുന്നത് മറ്റ് അയൽ സംസ്ഥാനങ്ങളിലാണ്. ഇവർ അതിഥികളാണെന്ന് ഞാൻ പറയില്ല, അവർ ഒരു അന്യദേശ തൊഴിലാളികളായിട്ട് വന്നതാണ്, ലേബറാണ്, അതിഥിയല്ല, നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു വാക്കൊന്നും അതിന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ തൊഴിലാളികൾ ഇന്ന് പലരും വരില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. ബംഗാളി എന്ന് പറഞ്ഞ് വന്നൊരു പകുതി കൂടുതൽ ആളുകളും ബംഗ്ലാദേശികളായിരുന്നു എന്നും അവരൊക്കെ ഇപ്പോൾ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള പല വീഡിയോയിലും നമ്മൾ കണ്ടു. ഇതിൻ്റെ ഒരു നമ്പേഴ്സ് എക്സാക്ട്ലി നമുക്കറിയില്ല. പക്ഷേ ഇന്ന് പല മേഖലകളിലും, എസ്പെഷ്യലി ഹോട്ടൽ നടത്തുന്നവരുടെ ആണെങ്കിലും കൺസ്ട്രക്ഷനിലൊക്കെ ആണെങ്കിലും സൈറ്റുകൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് മാറി.
രണ്ട്, അപ്പൊ ഇങ്ങനെ ഒരു വളരെ ലേബറിന്റെ അവൈലബിലിറ്റി നമ്മളെ ശക്തമായി ബാധിക്കും, നമ്മുടെ ആക്ടിവിറ്റീസിനെ ബാധിക്കും. അപ്പൊ അത് ടാക്സേഷനെ ബാധിക്കും, എംപ്ലോയ്മെന്റിനെ ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഇമ്പാക്റ്റ് ഈ ലേബറിന്റെ തിരിച്ചു വരവില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് വന്നേക്കാം. രണ്ട്, നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നം. മിഡിൽ ഈസ്റ്റിൽ ആളുകൾ പണം അയക്കുന്നതും അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയ്മെന്റും കാര്യങ്ങളും ഒക്കെ ഒരു ബ്ലീക്കായിട്ട് നിൽക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ പല രാഷ്ട്രങ്ങളിലും ഇറാന്റെ ആക്രമണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു എക്കണോമിക് ഡൗൺ ആയിട്ടുള്ളത്, യുദ്ധം നടക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവിടത്തുള്ള റെമിറ്റൻസിനെ വളരെ ശക്തമായി ബാധിക്കും. അപ്പോൾ നമ്മളൊരു മണി ഓർഡർ എക്കോണമി ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ടെലഗ്രാഫിക് TT എക്കോണമി ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതാണ് സസ്റ്റെയിൻ ചെയ്തിരുന്നത്. നമ്മുടെ ആ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമ്മൾ കയറ്റി അയച്ചാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിനെ നിലനിർത്തിയിരുന്നത്. വലിയ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ആ ഒരു ഭരണ മികവ് കൊണ്ടല്ല, ഇതുപോലെ നമ്മുടെ വിദേശത്ത് നിന്ന് വന്ന പണവും അതുകൊണ്ടുണ്ടായ ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റും ആ എഡ്യൂക്കേഷനും മറ്റുമൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ഇതിനൊന്നും അതിനെ ഒരു ത്രെട്ട് നമുക്ക് വന്നിരിക്കുന്നു. അപ്പോൾ പുതിയ ഗവൺമെന്റിനുള്ള ചലഞ്ചസ് ചെറുതല്ല. ഈ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ റവന്യൂ എങ്ങനെ കൊണ്ടുവരും? അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇന്ദിരാ ഗ്യാരണ്ടിയും കൂടെ വന്നാൽ ഈ പറയുന്ന ഹിമാചൽ ആകട്ടെ, തെലങ്കാന ആകട്ടെ, കർണാടക ആകട്ടെ ഒക്കെ പറയുന്ന ആ ലെവലിലുള്ള ഒരു ഡൗൺ ഫാള് നമുക്കും ഉണ്ടാവില്ല. ഈ ഫ്രീബി പൊളിറ്റിക്സ് അത് വളരെയധികം നമ്മളെ ബാധിക്കും. ആ ഫ്രീബി പൊളിറ്റിക്സിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. വെൽഫെയർ വേണ്ട എന്നല്ല, നമ്മൾ അത് ഈ പറയുന്ന പാത്രമറിഞ്ഞ് വേണം. അത് നമുക്ക് കയ്യിലുള്ളത് എത്ര, കൊടുക്കുന്നത് എത്ര, അതെല്ലാം കൂടെ തകർന്ന് തരിപ്പണമായി എല്ലാവർക്കും ഒന്നും ഇല്ലാതാകുന്നതിനേക്കാൾ നല്ലത് വളരെ മോഡറേറ്റ് ചെയ്ത് സെൻസിബിളായിട്ട് പ്രൂഡൻ്റായിട്ട് ഈ ഭരണം നയിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതിനെല്ലാം പുറമെ അടുത്ത മുഖ്യമന്ത്രിയെങ്കിലും ഡെഫിനറ്റായിട്ടും കേന്ദ്രവുമായിട്ട് ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഇന്ന് പലയിടത്തും ഉണ്ട്. എനിക്ക് തോന്നുന്നു 10-22 സ്റ്റേറ്റുകളിൽ തന്നെ ഡബിൾ എൻജിൻ സർക്കാർ എന്ന് പറയുന്ന ഇതാണ്. അതായത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഊട്ടിയുറപ്പിച്ച് മാത്രമേ, ഒരു ജോയിൻ്റ് ആയിട്ട് മാത്രമേ ഇതിന് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. ഇപ്പം ബംഗാളിൽ നമ്മൾ കണ്ടത്, വന്ന ഉടനെ എല്ലാ കേന്ദ്ര പദ്ധതികളും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങുന്നു എന്ന് അവിടെ അധികാരമേറ്റ മുഖ്യമന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടില് കേന്ദ്രവുമായി ചേർന്ന് പ്രവർത്തിക്കാനും അതിൻ്റെ മുന്നോട്ട് പോകാനും, അത് ജനറലി എനിക്ക് തോന്നുന്നു അവർ ഒരു റംബ്ലിങ്സ് ഒക്കെ ഉണ്ടാകുമെങ്കിലും മാക്സിമം കിട്ടാനുള്ള ആ സ്റ്റേറ്റ് വാങ്ങിച്ചു. നമ്മൾ മാത്രമാണ് ഈ പറയുന്ന ഒരു പൊളിറ്റിക്കലി PM-ശ്രീ ചെയ്യില്ല, അതുകൊണ്ട് സ്കൂളിൻ്റെ ഡെവലപ്മെന്റ് വേണ്ട എന്നൊക്കെ പറയുന്ന രീതി, അതിൽ നിന്ന് മാറി ഇത് നമുക്ക് എല്ലാവർക്കും, ഭാരതത്തിലുള്ള എല്ലാ പൗരനും അവകാശപ്പെട്ടതും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിൻ്റെ കണ്ടീഷൻസും മറ്റുമൊക്കെ എന്താണെന്ന് നോക്കി അതുമായി ഒരുമിച്ച് നിന്ന് ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എടുക്കുന്ന ഒരാളായിരിക്കണം നമ്മുടെ ഈ വരുന്ന പുതിയ ഭരണത്തിൻ്റെ യന്ത്രം തിരിക്കുന്ന ആള് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും 3 പേര് കേന്ദ്രത്തിൻ്റെ ഭരണമുള്ള പാർട്ടിയുടെ അംഗങ്ങളായിട്ട് വരുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ശ്രീ V മുരളീധരൻ, BB ഗോപകുമാർ എന്നീ 3 പേരും വളരെ ഒരു വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് മന്ത്രിമാരായിരുന്ന ആളുകൾ 2 പേരുണ്ട്. ഇവർക്കൊക്കെ ആ പറയുന്ന ഒരു ഭരണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അതിന് കേരളത്തിന് സപ്പോർട്ട് സിസ്റ്റം കുറേയെങ്കിലും കിട്ടാനുള്ള ചാൻസസ് ഹൈ ആണ്. അപ്പോൾ ഇത് ഒരു നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. നമ്മുടെ സ്റ്റേറ്റ് നിലനിൽക്കണം, എക്കണോമിക്കലി ഗ്രോ ചെയ്യണം, ഒരു നല്ല സസ്റ്റൈനബിൾ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകണം എന്നുള്ളത്. പുതിയ ഗവൺമെന്റ് അങ്ങനെയുള്ള നയങ്ങളും തീരുമാനങ്ങളുമായിരിക്കും എടുക്കുന്നത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. ജയ് ഹിന്ദ്.